ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വളരെ ആസൂത്രിതമായാണ് ഇറാൻ തലസ്ഥാനമായ ടെൽ അവീവിലെ അതീവ സുരക്ഷാ മേഖലയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ഇറാനും ഹമാസിനും ഒരുപോലെ അഭിമാനക്ഷതമായി മാറി ഹനിയയുടെ കൊലപാതകം. ഹനിയയുടെ മരണശേഷം യഹിയ സിൻവറാണ് ഹമാസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. ഹമാസിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് സിൻവാറിനെ വിളിക്കുന്നത്. ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ തുരങ്കങ്ങളും ആധുനിക സംവിധാനങ്ങളുമെല്ലാം സിൻവാറിൻ്റെ ബുദ്ധിയിൽ പിറന്നതാണെന്ന വാർത്തയും വന്നു. ഏറ്റവും ഒടുവിൽ ലോകത്തെ നടുക്കിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് നയിച്ച ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിലും സിൻവാറാണെന്ന റിപ്പോർട്ടുകളും വന്നു. ഹമാസിൻ്റെ മേധാവിയായി അധികാരമേറ്റ് വെറും ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ സിൻവാറും കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. മരണം സ്ഥിരീകരിക്കുന്നതിനായി ഇസ്രായേൽ അന്വേഷണം നടത്തുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന മാധ്യമമാണ്. എന്നാൽ ഇതൊരു നിഗമനം മാത്രമാണെന്നും തെളിവില്ലെന്നും ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെയും സിൻവാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവാർ ഹമാസിൻ്റെ മേധാവിയായി എത്തിയത് ആശങ്കയോടെയാണ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണ്ടത്. തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ സിൻവാറിനെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് സിൻവാർ. കർക്കശ നിലപാടുകളിൽ കുപ്രസിദ്ധനാണ് സിൻവാർ. 1962 ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിൻ്റെ ജനനം. ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിൻ്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന് 1982 1985 സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ഹമാസ് രൂപീകൃതമായതോടെ സംഘടനയുടെ ഭാഗമായ സിൻവാർ 1988 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും 4 ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയുമായിരുന്നു. 22 വർഷക്കാലമാണ് യഹിയ സിൻവാർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 പിന്നീട് സിൻവാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മോചിതനായ ശേഷം ഹമാസിൻ്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത്. 2012 അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഹസാം ബ്രിഗേഡിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. 2014 നടന്ന 7 ആഴ്ചകൾ നീണ്ട ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചത് സിൻവാറായിരുന്നു. 2015 അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു. 2017 ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ മേധാവിയായി എത്തുന്നതോടെയാണ് സിൻവാർ ഹമാസിൻ്റെ ഗസ വിഭാഗം മേധാവിയായത്.